മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് നിങ്ങളുടെ വ്യക്തിയും ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ത്രീ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 9 ഓഫ് കപ്സ്, ദി ഹെയറോപ്പെൻ്റെ എനർജി വന്നിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിൾസ്, മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, അവർക്ക് നല്ല ഫീലിങ്സ് ഉണ്ട് കേട്ടോ. ഈ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്തുള്ളതായിട്ടാണ് കാണുന്നത്. ഓവറോൾ എനർജി നോക്കുമ്പോൾ ഒരുപാട് സ്നേഹമുണ്ട്. ഇപ്പോഴും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണോ, അവർ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളെ പ്രണയിക്കുന്നതെന്ന് വെച്ചാൽ അതെ, അവർ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ദി ഹെയറോപ്പെൻ്റെ എനർജിയാണ്. നല്ല എന്താ പറയുക, നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമാണ് നിങ്ങളുടെ. ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ദൈവാധീനമൊക്കെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും എന്ത് തന്നെ അവസ്ഥയായാലും ശരി, അവർക്കിപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ഏത് സമയത്ത് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ആശങ്കയും ഭയങ്ങളൊക്കെ ഉണ്ട്, തീർത്ത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള. അതുപോലെ തന്നെ നിങ്ങളെ ഈ ഒരു സമയം പോലും അവർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കാം, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്താൽ നിങ്ങളെ തേടിക്കൊണ്ടേയിരിക്കുന്നു, അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മറ്റുള്ളവരുടെ മുഖേനയായിരിക്കാം, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഇപ്പം കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് ചില സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവാം. ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജോ കോളോ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവും. അത് ഇടയ്ക്ക് ഈ വ്യക്തിക്ക് പറ്റുന്നില്ല, നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അതുപോലെ ഫ്രണ്ട്സ് മുഖേന അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തി നിങ്ങളെ അന്വേഷിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യവശാൽ അവരുടെ ഫാമിലിയുടെ ഭാഗത്താണ്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തി എന്ന് പറയുന്ന ഇതിനകത്ത് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്താണെങ്കിലും മനസ്സ് നിങ്ങളുടെ അടുത്താണെന്നാണ് കാണുന്നത്. ഇവിടെ കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി ഉണ്ട്. നല്ല ഈഗോ ഉള്ള വ്യക്തിയാണ്. നല്ല ദേഷ്യം, കടുംപിടുത്ത സ്വഭാവമൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഇവിടെ കണ്ടോ, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പോലും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്നേഹം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരു എനർജിയാണ്. കാരണം അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് സ്നേഹം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ അടുത്ത്. കണ്ടോ, ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത്, ഇപ്പോൾ പലരും ഈ വ്യക്തി ഒരു എന്താ പറയുക, മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഫാമിലി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഫാമിലി പരമായ കാര്യത്തിലേക്ക് ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിൽ മറ്റുള്ളവരുടെ ഇതും കാണുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാകാം. അപ്പോൾ ഈ വ്യക്തിയെടുത്ത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്ന ചിലർ ഇതിനകത്ത് കാണുന്നുണ്ട്. ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന, അതായത് സ്വയം ഈ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം,
അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം ഇഷ്ടമല്ലാതെ ഓരോന്ന് പറഞ്ഞ് ഈ വ്യക്തിയെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നവരുണ്ടാവാം. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയിരിക്കാം അത്, അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് വ്യക്തികളായിരിക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ വ്യക്തിക്ക്. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അത് ഫാമിലി ആകാം, ഫ്രണ്ട്സ് ആകാം, മറ്റ് ചില ആൾക്കാരാകാം കേട്ടോ. അതുപോലെ തന്നെ ഈ വ്യക്തിയെടുത്ത് നിങ്ങളെ ഈ വ്യക്തി പലരെയും നോക്കിക്കാണുന്ന ഒരു സമയമാണ്. കാരണം ഈ വ്യക്തിക്ക് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആളിപ്പോൾ നിങ്ങളെയും ചില നേരത്തെ ഓപ്ഷനാക്കി വെച്ചിട്ടുണ്ടാവാം ഈ ഒരു സമയത്ത്. പക്ഷേ ആൾക്ക് മനസ്സിലുണ്ട്, ആളുടെ മനസ്സിലെന്ന് പറയുന്നത് അവിടെ നിങ്ങൾ ഓപ്ഷൻ ആക്കി കാണുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. ചില സാഹചര്യത്തിൽ ഫാമിലി പരമായ കാര്യങ്ങളൊക്കെ ഇടപെട്ടതുകൊണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. അത് നിങ്ങൾക്കും അറിയായിരിക്കാം. കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്, നിങ്ങളെയും കൂടി ഒരു ഓപ്ഷനാക്കി വെച്ചതായിട്ട്. പക്ഷെ എന്നിരുന്നാലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെയാണ് ആൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അവർക്ക് ഓപ്ഷനായിട്ട് വെച്ചാൽ പോലും നിങ്ങളെ അവർ മനസ്സുകൊണ്ട് അവർ നിങ്ങളെ തന്നെയാണ് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം നിങ്ങളോടുള്ള അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര അട്രാക്ഷനാണ്, ഭയങ്കര ഫീലിങ്സാണ് ഈ ഒരു സമയത്ത് അവർക്ക്. ഒരുപാട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. എന്തൊക്കെയോ തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിന് അളവറ്റ അത്രയും അധികം സ്നേഹം, അത്രയും അധികം വാത്സല്യം ഈ ഒരു സമയത്തുണ്ട്. കാരണം അവർക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു ചിലപ്പോൾ കുട്ടീനെ പോലെ ആയിരിക്കാം. അതുപോലെ നിങ്ങളെ കൊഞ്ചിക്കുന്ന ഒരു ഇതുണ്ടാവാം നിങ്ങളുടെ വ്യക്തി. കാരണം അവർക്കൊരു നിങ്ങളെന്ന് പറയുന്ന ഒരു കുട്ടീനെ പോലെ അത്രയും വാത്സല്യമാണ്. ഒരു പാരൻസ് എങ്ങനെയാണ് അതുപോലെ അവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇവിടെ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ശാരീരികമായും മാനസികമായും ഒരുപാട് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് കേട്ടോ. ഇപ്പോൾ നിങ്ങളെ ഈ ഒരു സമയത്ത് പോലും അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കണക്ഷനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ ശ്രമം. കാരണം മറ്റുള്ളവരുടെ ഒറ്റിക്കൊടുക്കലും മറ്റുള്ളവരുടെ കുത്തിക്കൊടുക്കലൊക്കെ, അതായത് കുത്തുവാക്കുകൾ പറയാം, ഈ ഒരു ബന്ധത്തെ ആക്ഷേപിക്കുക, തീർത്തും നിങ്ങൾക്കിടയിൽ മറ്റുള്ളവരുടെ ഇടപെടലൊക്കെ ഉള്ളത് കൊണ്ടും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ബന്ധം ഇഷ്ടപ്പെടാത്ത ഒരുപാട് അസൂയുള്ളവരും ഇതിനകത്തുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ ഒന്നും പറ്റാത്തത് കേട്ടോ. നിങ്ങൾക്കിടെ എന്ത് ആക്ഷൻ എടുക്കണമെന്ന് അറിയാതെ പതച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്നാലും മനസ്സുകൊണ്ട് അവർക്ക് നിങ്ങളെ മതി, നിങ്ങളെ വേണം. നിങ്ങളെ ഈ ഒരു സമയത്ത് മറ്റുള്ളവർ പറഞ്ഞിട്ട് ചില സാഹചര്യത്തിൽ ഓപ്ഷനാക്കി വെച്ചിട്ടുണ്ടാവാം. പക്ഷെ അവർ മനസ്സിൽ ഒരു വ്യക്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളെ തന്നെയാണ്. കാരണം ആ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്ന അവർക്ക് നിങ്ങളോടാണ്. മറ്റാരോടും തോന്നാത്ത അത്രയും അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന അവർക്ക് നിങ്ങളോട് മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് ഫാമിലി ഇടപെട്ടാലും ഫാമിലി പരമായ കാര്യത്തിലൊക്കെ ചില ഭയങ്ങളൊക്കെ ഉണ്ട് ഈ വ്യക്തിക്ക്. അതുപോലെ മറ്റുള്ള ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രൊപ്പോസലൊക്കെ വരുന്നുണ്ടാവും ഈ വ്യക്തിക്ക്. അപ്പോൾ അവർ ആ സമയത്ത് പോലും അവർ കാണുന്നത് നിങ്ങളെ തന്നെയാണ്, മറ്റൊന്നും അവരുടെ മനസ്സിൽ കാണാൻ പറ്റുന്നില്ല. ചില സാഹചര്യത്തിൽ ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തന്നെ വേറെയും 2-3 ഓപ്ഷനൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ അവർ തിരഞ്ഞെടുക്കുന്നതും അവരെ മനസ്സിൽ കയറി വരുന്നതും നിങ്ങളെ തന്നെയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ ഇതിന് നല്ല രീതിയിൽ ക്ലാരിറ്റി കിട്ടൂ. ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ എനർജീസ് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്രയും കെയർ ചെയ്തിട്ടുണ്ടെന്ന് അവർ ഈ സമയത്ത് ചിന്തിക്കുകയാണ്. കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം മറ്റാരിൽ നിന്നും അവർക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടില്ല, ലഭിക്കുകയില്ല. കാരണം അത്രയും അവരുടെ സോളിന് പറ്റിയൊരു ഇതെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് കേട്ടോ. അത്രയും സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഭയങ്കര അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഭയങ്കര അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. എപ്പോഴും ആളൊരു കളി തമാശ പോലെ അവരുടെ മനസ്സിലിപ്പം എന്താ പറയുക, ആര് കണ്ടാലും ഓക്കെ ആയ പോലെ, സന്തോഷം അനുഭവിക്കുന്ന പോലെ. ഇപ്പം നിങ്ങൾക്കായാലും ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ അവരിപ്പോൾ ഓക്കെ ഉള്ളു, പക്ഷെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് ഈ വ്യക്തിക്ക്. മറ്റുള്ളവരോട് കളിച്ച് ചിരിച്ച് സംസാരിക്കുമ്പോൾ അവരെന്നും ഓക്കെ ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ പാസ്റ്റ് ലൈഫ് ആണെന്നാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു വ്യക്തി ഇപ്പോൾ ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ കുറച്ച് പിന്നോട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കണക്ഷനിൽ വലിയൊരു തകർച്ച വന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ വാക്കേറ്റങ്ങൾ നടന്നിട്ടുണ്ടാവാം. അതുമൂലം നിങ്ങൾ പിരിയേണ്ട ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ വലിയൊരു വഴക്ക് നടന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി തീർത്തും നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ വ്യക്തിയാണ്.
തീർത്തും വേണ്ടെന്ന് വെച്ച് പോയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. ആരൊക്കെയോ ഭയന്ന് ഈ വ്യക്തി മാറി നിൽക്കുന്നുണ്ടാവാം. പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഇങ്ങനെ കാണിച്ചത് കൊണ്ട് തന്നെ രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണുള്ളത് കേട്ടോ. പക്ഷെ അവരുടെ മനസ്സിലൊരു കാര്യം അവർ തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അവർ നിങ്ങളെ എന്തായാലും ശരി നിങ്ങളെ സ്വന്തമാക്കും. കണ്ടോ, ഇവിടെ കണ്ടോ, മെജീഷ്യനാണ്. ഈ ഒരു വ്യക്തി എന്തറ്റം വരെ പോകും കേട്ടോ, നിങ്ങളെ നേടാനായിട്ട് ഏതറ്റം വരെ പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ലവേഴ്സ് കാർഡൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ മനസ്സിലുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അവർക്ക് അത്രയും സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ തന്നെയാണ് കേട്ടോ. അവർ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എന്ത് സാഹചര്യം കൊണ്ടായിരിക്കും നിങ്ങൾ പിരിഞ്ഞാലും, ആരൊക്കെ നിങ്ങളുടെ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനും നിങ്ങളെ വീണ്ടും സ്വന്തമാക്കാനുള്ള പ്ലാനിങ്ങിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് കേട്ടോ. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തമാക്കണം എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് ആർക്കൊക്കെ കണക്റ്റ് ആവും എന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. ലെറ്റർ ജി ആണ് വന്നിരിക്കുന്നത്. കോഴിക്കോട്, ഉത്രം, കാസർഗോഡ്, ഗൾഫ് രാജ്യം, നവംബർ 27, എക്സ് ആണ് വന്നിരിക്കുന്നത്, 15, ബ്യൂട്ടീഷ്യൻ, യെല്ലോ കളർ, ലെറ്റർ എൽ ആണ് വന്നിരിക്കുന്നത്. ബ്ലൂ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. തൃക്കേട്ട, ആർട്ടിസ്റ്റ് ആയിരിക്കാം. മിറാക്കിൾസ് സംഭവിക്കും, നിങ്ങൾക്കിടയിൽ മിറാക്കിൾസ് ഉണ്ടാകും. ജൂൺ മാസം. ലെറ്റർ എം ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ എ, ബ്ലൂ കളർ, ലോയർ ആയിരിക്കാം. പത്തനംതിട്ട, ഉത്രട്ടാതി, മലപ്പുറം. ലെറ്റർ സെഡ് ആണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്